അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾ എങ്ങനെയാണ് സ്വീകാര്യനാകുന്നത്, പാരത്രികമായ ലോകത്ത് ഒരാൾ എങ്ങനെയാണ് ദറജയിലേക്ക് വരുന്നത്, നല്ല മനസ്സുള്ളവരുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഒരാൾ കടന്നു കയറുന്നത്, ജീവിതത്തിനു ശേഷവും സ്നേഹത്തിന്റെ മനസ്സോടെ ഒരാൾ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുന്നത്, അതിനുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി പറയട്ടെ ഒരു കാര്യം കൂടെ, ഇൽമിന്റെ വഴിയിലുള്ള ഖിദ്മത്ത് മാത്രമല്ല, അതേ സൂക്ഷ്മമായ ജീവിതം മാത്രമല്ല, ആത്മജ്ഞാനികളായ സൂഫി വര്യരോടുള്ള തങ്ങളുടെ സഹവാസം മാത്രമല്ല, അതിനും അപ്പുറത്ത് തൻ്റെ കൂടെ ജീവിക്കുന്നവരെ ചേർത്തു പിടിക്കാനുള്ള മനസ്സുകൂടെ അവരിൽ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സന്തോഷം അനുഭവിച്ച ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ വഫാത്തിനു ശേഷവും പങ്കുവയ്ക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. എങ്കിൽ പറയട്ടെ, അവിടുത്തെ മഹത്വം പറയുന്നതോടൊപ്പം എന്റെയും നിങ്ങളുടെയും കൂടെ ജീവിതം ഒന്ന് മാറ്റത്തിന് വിധേയമാക്കാനാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ, ആരെങ്കിലും ഒരാൾ ഒരു വിശ്വാസിയുടെ പ്രയാസത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഭൗതികമായ ലോകത്ത് ഇടപെട്ടാൽ, ഒരുപാട് സാധുക്കളെ കൈപിടിച്ചിട്ടുണ്ട്, കടത്തിൽപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട്, ആരും അറിയാതെ പ്രയാസപ്പെടുന്നവർക്ക് നിത്യമെന്നോണം ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വകാര്യമായ ചില ഖിദ്മാത്തുകളുടെ ലോകവും ഹംസ ഉസ്താദിനുണ്ടായിരുന്നല്ലോ. അത് നിർവഹിക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? എന്റെ വകയിൽ പറയണ്ട, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭൗതികമായ ലോകത്ത് പ്രയാസപ്പെടുന്ന ഒരാളുടെ പ്രയാസത്തെ പരിഹരിച്ചാൽ പകരം എന്താണ് ലഭിക്കുക? നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളുണ്ടല്ലോ, ആരും ബേജാറാകുന്ന ലോകമല്ലേ, വെപ്രാളപ്പെടുന്ന ഇടമല്ലേ, ഗൗരവത്തിൽ ആലോചിക്കേണ്ട ലോകമല്ലേ. ഓ എന്റെ ചെറുപ്പക്കാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, നശ്വരമായ ലോകത്തെ ജീവിതത്തിനു ശേഷം തിരിച്ചു നടന്നു പോകേണ്ട ഒരു ലോകമുണ്ട്. ആ തിരിച്ചുപോക്കിനെ കുറിച്ച് ഈ സദസ്സ് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ബർസഖി ലോകത്തുള്ള ഓരോ ഘട്ടങ്ങളെയും അങ്ങനെ ആലോചിച്ചാൽ ഒരാൾക്ക് മനസ്സമാധാനം കിട്ടൂല, ആശ്വാസം ലഭിക്കൂല, ബേജാറാണ്, വെപ്രളമാണ്. ഈമാനുള്ളവരുടെ കൽബ് പിടക്കുമല്ലോ. അതുകൊണ്ടല്ലേ ഖബറാണ് അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യ വീട് ഏതാണ്? അത് ഖബറാണ്. അതേ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈനിയാണ്. മുത്തുനബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിത്വമാണ്. അവിടുന്ന് എന്താഗ്രഹിക്കുന്നു? ആഗ്രഹങ്ങൾ പതേ സാധിപ്പിച്ചു കൊടുക്കുന്നവനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരാണ്, ഖൈറാത്തിനു വേണ്ടി മത്സരിക്കുന്നവരാണ്. റബ്ബ് നല്ലോണം നിഅമത്ത് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത നിഅമത്ത് മുത്തുനബിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിക്കാൻ മത്സരിക്കുന്നവരാണ്. മുത്തുനബി ആഗ്രഹിച്ചൊരവസരത്തില് വിശ്വാസി സഹോദരങ്ങൾക്ക് പാനം ചെയ്യാനുള്ള വെള്ളമില്ല. വെള്ളമുള്ള കിണറുണ്ട്, പക്ഷേ അത് ലഭിക്കുന്നില്ല. അത് മുസ്ലിമീങ്ങളെ കയ്യിലല്ല, ജൂതന്റെ കയ്യിലാണ്. വിൽക്കുമോന്ന് ചോദിച്ചപ്പോൾ ഇല്ല, വലിയ വിലയാണ് പറയുന്നത്. അവസാനം ആ കിണറൊന്ന് വാങ്ങണമെന്ന് ആഗ്രഹമാണ് ഹബീബിന്. പണം കൊടുക്കാനില്ല. ഹബീബിന്റെ ആഗ്രഹം അറിഞ്ഞ അനുയായിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന വില എന്താണ്? നാട്ടില് നടപ്പില്ലാത്ത വിലയാണ്. അയാള് വിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആ വില പറയുന്നത്. ഒരാൾക്ക് സാധാരണഗതിയിൽ ആ കിണറിന് അങ്ങനെ ഒരു വില ഒരാൾ ഊഹിക്കുക പോലുമില്ല. അങ്ങനെയുള്ള അമിതമായൊരു വില പറഞ്ഞു. ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വില പറഞ്ഞത്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ വിലയാണോ പറയുന്നത്? എങ്കിൽ ആ വില അങ്ങ് തന്നേക്കാ. എന്റെ ഹബീബിന്റെ ആഗ്രഹമാണ് സാധിക്കേണ്ടത്. അതിനെത്ര ചെലവഴിക്കാനും എനിക്ക് മടിയില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ വില കൊടുത്തിട്ട് വാക്ക് പാലിക്കുന്നതിനു വേണ്ടി വിൽപ്പന നടത്തിയിട്ട് അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി സമർപ്പിച്ച മഹാനല്ലയോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടുണ്ടോ? അതേ, ഹബീബിനോടൊപ്പം പലപ്പോഴും സന്തോഷത്തോടെ കൂടെയിരിക്കുന്നവരാണല്ലോ. മുത്തുനബി നേരത്തെ തന്നെ രക്തസാക്ഷിത്വം പ്രവചിച്ച വ്യക്തിത്വമാണല്ലോ. നോമ്പുകാരനായി നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ കൊല ചെയ്യാൻ വേണ്ടി ആക്രമിച്ചപ്പോൾ എന്തു ചെയ്യണമെന്ന് ആലോചന വന്നപ്പോൾ നോമ്പ് തുറക്കാതെ ഹബീബിന്റെ സവിധത്തിൽ പോയി നോമ്പ് തുറക്കാമെന്ന് ആഗ്രഹിച്ച് ലോകത്തു നിന്ന് നോമ്പുകാരനായി പിരിഞ്ഞ മഹാനാണല്ലോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ മഹാനവരുടെ ദറജ എത്രയാണ്! അതേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ടവരാണ്. ഹബീബിന്റെ മരുമകനാണ്. മുത്തുനബിയുടെ ഇഷ്ടം സമ്പാദിച്ചവരാണ്. അങ്ങനെയുള്ള മഹാനവറുകളെ ജീവിതം കണ്ടോ നിങ്ങള്? അതേ, ഒരു ഖബറിന്റെ പരിസരത്ത് കൂടെ പോയാൽ കണ്ടടങ്ങളിൽ വെള്ളം നിറയുകയാണ്. അതിങ്ങനെ ധാരധാരയായി ഒലിച്ചു വരികയാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മഹാന്മാര് പറഞ്ഞല്ലോ, താഴ്വയുസ്താദ് എഴുതി വച്ചല്ലോ. അതേ, ഉസ്മാൻ തങ്ങളെ സ്വഭാവം അതാണ്. ഖബർ കണ്ടാലും അതിനെ കുറിച്ച് കേട്ടാലും കരച്ചിലാണ്. കൂട്ടുകാര് ചോദിച്ചു, ഉസ്മാനേ
നരകത്തെ കുറിച്ച് പറയപ്പെടുമ്പോ ഇങ്ങനെ കരയുന്നത് കാണുന്നില്ല. റബ്ബിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോഴും ഇത്തരം ഒരു കരച്ചിൽ കാണുന്നില്ല. ഖബറിനെ കുറിച്ച് പറയുമ്പോഴും ഖബർ കാണുമ്പോഴും വല്ലാത്ത കരച്ചിലാണല്ലോ. അപ്പോഴാണ് കൽബ് പൊട്ടി കണ്ണുനീര് പഠിച്ചിട്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നത്, ഓ കൂട്ടുകാരെ, അതിനൊരു കാരണമുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അബ്ബലു മനാസിലിൽ ആഖിറ, ആഖിറമെന്ന ലോകത്തിലെ വീടുകളിൽ ഒന്നാമത്തെ വീട് അത് ഖബറാണ്. ഫമൻ സഇദ മിൻഹാ, ആ ഖബറിൽ ഒരാൾ വിജയിച്ചാൽ പിന്നെ അയാൾ മുഴുവനും വിജയിച്ചു. അവിടെ പരാജയപ്പെട്ടാലോ പിന്നെ മുഴുവനും അവിടുന്ന് അങ്ങോട്ട് അവിടെ വച്ച മുതൽ തന്നെ ദുരിതമാണ്, ദുരന്തമാണ്. ഇതെന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലയോ, പഠിപ്പിച്ചതല്ലയോ? അതിങ്ങനെ കൽബിൽ ആലോചിക്കുമ്പോൾ ബേജാറ് തോന്നുന്നതാണ്. ഈ ഖബറൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നാണ്, അവിടെയൊന്ന് വിജയിച്ചു കിട്ടണമെന്നാണ്. എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും കേൾക്കുന്ന നിങ്ങളോടും സ്നേഹത്തോടെ പറയട്ടെ, മഹാന്മാരായ ആളുകളുടെ ആലോചന എങ്ങനെയാണ്, ചിന്ത എങ്ങനെയാണ്? ആ ചിന്ത നമ്മുടെ കൽബിലും വേണം, നമ്മുടെ മനസ്സിലും വേണം. ആഖിറം വലിയ ഗൗരവപ്പെട്ട കാര്യമായി നമ്മുടെ ചിന്തയിലേക്ക് വരണം. അങ്ങനെ വരണമെങ്ങനെ വന്നാൽ അപ്പോഴാണ് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് മനസ്സു വരിക. അതിന്റെ മുന്നിലും പിന്നിലുമുള്ള റവാത്തിബ് നിസ്കാരമില്ലേ, മുഅക്കദെങ്കിലും കൃത്യമായി ഒന്ന് പതിവാക്കണമെന്ന ചിന്തയുണ്ടാകുക. അതേ 5 നേരത്തെ നിസ്കാരത്തിനു ശേഷം സൃഷ്ടിച്ച നാഥന്റെ മുന്നിൽ വിനയത്തോടെ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനും റബ്ബിന്റെ മഹത്വം പറയുന്ന തസ്ബീഹിന്റെയും ഹംദിന്റെയും തക്ബീറിന്റെയും ഒക്കെ വചനം ഉരുവിട്ടിട്ട് റബ്ബ് ദുആക്ക് വല്ലാതെ ഇജാബത്ത് തരാൻ സാധ്യതയുള്ള സന്ദർഭമാണെന്ന നിലക്ക് ഒറ്റക്കും കൂട്ടമായും റബ്ബിലേക്ക് കൽബ് തിരിച്ചു ദുആ ചെയ്യാനുമുള്ള മനസ്സ് നമുക്ക് വരുന്നത് എപ്പോഴാണ്? ചിന്ത വരുന്നത് എപ്പോഴാണ്? അത് ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, ബർസഖി ലോകത്തെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. അതുകൊണ്ടല്ലേ ഗസാലി ഇമാം തങ്ങളോട് വന്നിട്ട് നിങ്ങൾ എനിക്കൊരു ഉപദേശം തരണം, അല്ലെങ്കിൽ ഒരു ഉപദേശകനെ തരണം എന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചല്ലോ, മോനെ നിനക്കൊരു ഉപദേശകനാണോ വേണ്ടത്? ഫൽ മൗതു യക്ഫീ, മരണം എന്നത് നിനക്ക് ഉപദേശകനായി മതിയാകുന്നതാണ്. വേറെ ഒരു ഉപദേശകനെ നീ തേടിപ്പോകേണ്ടതില്ല. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത്, അക്സിറൂ ദിക്റ ഹാസിമിൽ ലദ്ദാത്ത്, നിന്റെ സർവരസങ്ങളെയും മുറിച്ചുകളയുന്ന മരണമില്ലയോ, ആ മരണത്തെ ഓർമ്മിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ.